താർ ഡെസേർട്ടിലോട്ട് പോവുകയാണ്. ഡ്യൂൺ ബാഷിംഗ് വിത്ത് XC90. അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസമെത്തി. ചില തിരക്കുകളിലായിരുന്ന ചൗധരിജി അല്പം വൈകി എത്തുമെന്നും സാൻഡ് ഡ്യൂൺസിന് മുമ്പുള്ള ഒരു പോയിന്റിൽ കണ്ടുമുട്ടാമെന്നും അറിയിച്ചിരുന്നു. ഥാർ മരുഭൂമിയിലെ ഉയരം കൂടിയ സാൻഡ് ഡ്യൂൺസ് ഉള്ള ഭാഗത്തേക്കാണ് പോകേണ്ടത്. 4-wheel ഡ്രൈവ് വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്ന മരുഭൂമിയിലൂടെയുള്ള ഈ റൂട്ടിന്റെ ആദ്യ ഭാഗത്ത് ഉറപ്പുള്ള മണലും പിന്നീട് മുന്നോട്ട് ഉറപ്പ് കുറഞ്ഞ മണലുള്ള പ്രദേശവുമാണ്. ഈ 2 ഘട്ടങ്ങളും കടന്നാണ് ഉയരമുള്ള സാൻഡ് ഡ്യൂൺസിലേക്ക് എത്തേണ്ടത്. XC90 ഡ്യൂൺ ബാഷ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ പലവിധ ചലഞ്ചസും ഉണ്ടായിരുന്നു. ഓഫ് റോഡ് മോഡും ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഉണ്ടെങ്കിലും മുൻപും മറ്റാരും ഓഫ് റോഡിംഗ് ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ വാഹനം ഈ ടെറൈനിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതിനെപ്പറ്റി യാതൊരു മുൻധാരണകളും ഉണ്ടായിരുന്നില്ല. ചൗധരിജി മുമ്പ് എനിക്ക് ഡെസേർട്ട് ഡ്രൈവിങ്ങിന്റെ ബേസിക് ട്രെയിനിങ് തന്നിരുന്നു. ആ കോൺഫിഡൻസിലാണ് ആദ്യത്തെ 2 ഫേസിലൂടെയും XC90 ഓടിക്കാൻ ഞാൻ തീരുമാനിച്ചത്. മരുഭൂമിയിൽ വാഹനം ഓടിക്കുമ്പോൾ ടെറൈൻ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തീരെ ഉറപ്പ് കുറഞ്ഞ മണലിൽ കൂടുതൽ ഗ്രിപ്പ് ലഭിക്കാനായി ടയർ പ്രഷർ കുറയ്ക്കുകയും ഓടിച്ചു തുടങ്ങിയാൽ അത്യാവശ്യം മൊമെന്റം കീപ്പ് ചെയ്യുകയും വേണം. ആദ്യത്തെ ഫേസ് XC90 ഒരു വെല്ലുവിളിയായിരുന്നില്ല. മുന്നോട്ട് പോകുന്തോറും മണലിന്റെ ഉറപ്പ് കുറഞ്ഞു തുടങ്ങി. അല്പം ചാലഞ്ചിങ് ആയിരുന്നെങ്കിലും വോൾവോ അനായാസം അതും ക്രോസ് ചെയ്തു. ഉയരം കൂടിയ സാൻഡ് ഡ്യൂൺസ് ഉള്ള ഭാഗത്തെത്തിയപ്പോഴേക്കും ചൗധരിജിയും എൻ്റെ ഒപ്പം എത്തി. ടയർ പ്രഷർ വെക്കാറ്. പക്ഷെ നമ്മുടെ ലോ പ്രൊഫൈലാണ്, അതുകൊണ്ട് നമ്മൾ 25-ലോട്ട് ടയർ പ്രഷർ കുറയ്ക്കുകയാണ്. നോർമലി അത് 38 ആണ്. ചൗധരിജിയെ പോലെയുള്ള ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്ന് തന്നെ ഈ വോൾവോ നമുക്ക് ഡ്യൂൺ ബാഷിംഗ് ചെയ്യാനായിട്ട് കാരണമുണ്ട്. മഹീന്ദ്രയുടെ ഹോട്ട് വെതർ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ചൗധരിജിയാണ്. അദ്ദേഹം ഓൾറെഡി പല കമ്പനികളുടെയും ഹോട്ട് വെതർ ടെസ്റ്റിംഗ്, ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ചൗധരിജി ആണെങ്കിലും ഇതുവരെ വോൾവോ ഡ്യൂൺസിൽ ഇതുവരെ ഓടിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഡ്യൂൺ ബാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഈ വണ്ടി ഇവിടെ ഈ ടെറൈനിൽ പെർഫോം ചെയ്യുന്നുള്ളത്. അത് പറയാൻ ഏറ്റവും കറക്റ്റ് ആൾ തന്നെയാണ്. സോ ലെറ്റ്സ് ഗോ. Let's move.
since from last 15 years. But I never seen any person who took the Volvo in desert. You are the first guy, and thanks to Volvo who sent this car to here and make me feel so happy. I love to drive this car in desert. Performs super. I think Volvo should make some expeditions or off-roading something with for the Volvo owners. That's I think ये आपका वीडियो देखने के बाद बहुत सारे लोग ट्राई करेंगे इधर ड्यून्स में आने का. If it works here, it can perform anywhere, right? Look, अगर कोई गाड़ी सैंड ड्यून्स में ऑफ रोडिंग कर रही है, ड्यून बैशिंग कर रही है, मीन्स वो गाड़ी किसी भी टेरेन में कहीं पे भी जा सकती है. तो लाइक दिस कार इज नॉट मेड फॉर ऑफ रोडिंग. ये सिर्फ हम लोग इसको चेक करने के लिए आए थे कि हाउ पावरफुल दिस मशीन. बट अभी यहाँ चलाने के बाद तो आई डोंट थिंक सो कि दुनिया में कोई टेरेन ऐसा होगा जहाँ ये परफॉर्म नहीं करेगी. लुक एट द ग्राउंड क्लियरेंस व्हेन यू पुट दिस इन ऑफ रोड मोड, इट्स ऑटोमेटिकली लिफ्ट अप और सुपर ग्राउंड, सुपर पावर. सैल्यूट टू वॉल्वो, अमेजिंग अमेजिंग मशीन. Look, I am Mahindra lover and this is our playground for Mahindra Off-Road Academy. നല്ല ഡ്രൈവർമാരോട് എനിക്ക് എപ്പോഴും ആരാധന തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര സാൻഡ്മാൻ എന്ന് വിളിക്കുന്ന മദൻ ചൗധരിയോട് കുറച്ചേറെയും. പോകുന്നതിന് മുമ്പായി വാഹനം മുഴുവൻ ഇൻസ്പെക്ട് ചെയ്തു. ഇത്രയും എക്സ്ട്രീമിലേക്ക് പുഷ് ചെയ്തിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളോ കേടുപാടുകളോ ഉണ്ടായിരുന്നില്ല. ഒരു യാത്രയുള്ളതുകൊണ്ട് ചൗധരിജിക്ക് മടങ്ങേണ്ടി വന്നു. ഉടനെ വീണ്ടും വരുമെന്ന് ഉറപ്പ് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കി. ബാഷിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഭാരത്മാല റോഡുണ്ട്. ഈ റോഡ് ഭയങ്കര വണ്ടികളൊന്നും അധികം ഉണ്ടാവാത്ത റോഡാണ്. അപ്പം മിക്ക വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങളെ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് നടത്തുന്നത് ഈ റോഡിലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ ബ്രേക്കിങ്ങും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വോൾവോ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എക്സ്ട്രീംസും ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്ക് ഭാരത്മാല റൂട്ടിലേക്ക് പോവാം.
പെർഫോമൻസിനേക്കാൾ ഉപരി മികച്ച ബ്രേക്കിങ്ങും ഹാൻഡ്ലിങ്ങുമാണ് ഒരു ഡ്രൈവർക്ക് വാഹനത്തോടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇരുന്നൂറിനടുത്ത സ്പീഡിൽ നിന്നും XC90 പൂജ്യത്തിലേക്ക് എത്തിയത് ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ടും വളരെ കൃത്യതയോടുകൂടിയുമായിരുന്നു. അങ്ങനെ രാത്രിയോടെ നീണ്ട യാത്ര അവസാനിപ്പിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി. ഈ യാത്രയിൽ എൻ്റെ ഏറ്റവും വലിയ നേട്ടം വോൾവോ വാഹനങ്ങൾ പരമാവധി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വോൾവോ വാഹനങ്ങൾ നൽകുന്ന സുരക്ഷിതത്വ ബോധവും യാത്രാസുഖവും ആഡംബരവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു രാജസ്ഥാൻ യാത്ര നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള മറ്റൊരു കാര്യം. ഇഷ്ടപ്പെട്ട വാഹനത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൂടെ തിരക്കുകൾ ഒഴിഞ്ഞ ഒരു യാത്ര. ഇനിയും ആഗ്രഹിച്ചതുപോലെ കാണുവാൻ സ്ഥലങ്ങളേറെയുണ്ട്. യാത്രകൾ അവസാനിക്കുന്നില്ല.